ലൈഫ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ജീവൻ ദൈവത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു ദാനമാണ്. ബട്ട് ഹൗ ടു ലിവ് ഇറ്റ് ഈസ് എ ചോയ്സ്, an ഓപ്ഷൻ entirely given to the created man. അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ കയ്യിൽ ദൈവം നിക്ഷേപിച്ച വിലപ്പെട്ട ഒരു ഗിഫ്റ്റുകളുടെ കൂടിയാണ്. ഇറ്റ്സ് എ പ്രഷ്യസ് ചോയ്സ്. അതൊരു ദാനമാണ്. അത്രയേറെ തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്ന ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആ സ്വാതന്ത്ര്യം മനുഷ്യന് വിട്ടുകൊടുക്കും. എങ്ങനെ ജീവിക്കണം എന്ന് മനുഷ്യൻ തന്നെ തീരുമാനിക്കും. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ നാം അറിയാതെ വല്ലാത്തൊരു മരണ സംസ്കാരം വളർന്നു പടർന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. അതിൻ്റെ അലകൾ ഈ കൊറോണ മാറിയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചില ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച്, മീനിങ്ലെസ്നെസ്, നിരന്തരം കുട്ടികളെ അവരുടെ മസ്തിഷ്കത്തെ മതിക്കുന്ന തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള വെബ്സൈറ്റുകളും ചിന്തകളും ചില പഠനങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് അവരെ ജീവിതത്തെ അത്ര നിസ്സാരമായി കാണാൻ തക്കവണ്ണം അവരെ ആ പ്രകാരം തയ്യാറാക്കി എന്നുള്ളതാണ്. ജീവനൊരു വിലയും കൊടുക്കാത്ത ഒരു സംസ്കാരത്തിലേക്ക് അങ്ങനെ ചിന്ത ഒരർത്ഥത്തിൽ ക്ഷയിച്ചു പോയ, അല്ലെങ്കിൽ ഗൗരവമായ രീതിയിൽ കാണേണ്ട കാര്യങ്ങളെ നിസ്സാരമായി കാണാനുള്ള ആ ഒരു പരിശീലനവും ചിന്തയും കൊടുത്തത് വഴിയായിട്ട് വിലപ്പെട്ട ജീവിതങ്ങൾ പലതും നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൾച്ചർ ഓഫ് ഡെത്ത്, മരണ സംസ്കാരത്തിൽ നിന്നും കൾച്ചർ ഓഫ് ലൈഫ്, ഒരു ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എവിടെയെല്ലാം ജീവനെ വില കുറച്ച് കാണിക്കുന്നുവോ, എവിടെയെല്ലാം ആ ജീവൻ്റെ വില നഷ്ടപ്പെടുത്തി കാണിക്കുന്നുവോ, നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്നുവോ, അവിടെ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അത് വിലപ്പെട്ട ഒന്നാണ് ജീവൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ആ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ദ ജോയ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ആനന്ദം, അത് ജീവൻ വേർപെടുവോളം ആസ്വദിക്കാനുള്ളതാണ്. ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ ആത്മശക്തി ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രവും വ്യക്തവുമായ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നന്നായി കൊണ്ട് നടക്കാനായാൽ അത് സൃഷ്ടിച്ചവൻ തന്നെ അതിൻ്റെ അന്ത്യം കുറിക്കുന്ന സമയം വരേക്കും അത് ഇഫ് ഹീ പ്രപ്പോസ് ഹീ ഓൺലി ഷുഡ് ഡിസ്പോസ്. ദൈവം പ്രപ്പോസ് ചെയ്ത ജീവിതമാണെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ അതിൻ്റെ അന്ത്യം കുറിക്കണം. അത് മനുഷ്യനല്ല അന്ത്യം കുറിക്കേണ്ടത്. ലെറ്റ് us നോട്ട് ഡിസ്പോസ് വാട്ട് ഹീ പ്രപ്പോസ്ഡ്. അപ്പോൾ അതുവരെയും നമുക്ക് ജീവിതത്തെ പിടിച്ചു നിർത്താൻ കഴിയണം. അത് പ്രായമോ രോഗമോ അല്ലെങ്കിൽ നിരാശയോ ദുഃഖമോ വേദനയോ സങ്കടമോ എന്തു തന്നെ ആയാലും അതിനെല്ലാം അപ്പുറത്ത് ജീവിതത്തിൽ ഒരു ആത്യന്തികമായിട്ടുള്ള അർത്ഥം അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതും ആ അവശേഷിക്കുന്ന ആ അർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്തയായിട്ടുള്ള ജീവിതം എന്നുള്ള ആ അർത്ഥത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും ഭാവനയും ബുദ്ധിയെയും ഒക്കെ കൊണ്ടുപോകാനും അതുവഴി ദൈവം അനുവദിക്കുന്ന സമയം വരെയും ജീവിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്നതിനുള്ള ആ സന്തോഷം, അതാണ് ആസ്വാദനം. അല്ലാതെ തിന്നുകയും കുടിക്കുകയും അതുപോലെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുന്ന അത് ഒരിക്കലും ഒരു ആസ്വാദനമല്ല. നമുക്ക് ഒരു ആത്മസന്തോഷം അല്ലെങ്കിൽ ഒരു ഇന്നർ ജോയ് തരുന്ന ആസ്വാദനമല്ല അത് നൈമിഷികമായ സന്തോഷങ്ങളേ ഉള്ളൂ. നൈമിഷികമായ സന്തോഷങ്ങൾ തരുന്ന ഏതും അടുത്ത നിമിഷത്തിൽ നമുക്ക് തരുന്നത് ഒന്നുകിൽ ലജ്ജ അല്ലെങ്കിൽ നിരാശയാണ്. അപ്പം നിരാശയിൽ നിന്നും നിരാശയിലേക്ക് പോകാതെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് പോകുന്ന ഒരു ഹോപ്പ്, ആ ഒരു ഹോപ്പിലേക്കാണ് ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ നല്ലത് കാണാനും നല്ലത് പ്രതീക്ഷിക്കുവാനും ആ പ്രതീക്ഷിക്കുന്നത് വരെ കാത്തിരിക്കുവാൻ തക്കവണ്ണമുള്ള ആ ആത്മബലം കൊണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും നമ്മുടെ ഭാവനയെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും കൊണ്ടു നടക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു കൾച്ചർ ഓഫ് ലൈഫ് എന്നുള്ള ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അങ്ങനെ കൾച്ചർ ഓഫ് ഡെത്തിൽ നിന്നും കൾച്ചർ ഓഫ് ലൈഫിലേക്ക്
ഒരു മരണ സംസ്കാരത്തിൽ നിന്നും ജീവിതത്തിൻ്റെ ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും നമുക്കറിയാവുന്നവരെയും ഇപ്രകാരം ഈ തകർച്ചയിലും തളർച്ചയിലും കിടക്കുന്നവരെയും ആനയിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസരിപ്പ് സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.